ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് വെച്ചാൽ കുറച്ച് ക്യാറ്റ്സിനെ റെസ്ക്യൂ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ആ ഒരു ദിവസം നടന്ന കാര്യങ്ങളുമാണ്. ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ആയി നടന്നൊരു കാര്യമാണ്. എൻ്റെ കൂടെ എൻ്റെ കസിൻസും ഉണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് ഒന്ന് ചിൽ ഔട്ട് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലം വരെ പോയതാണ്. ഇവിടെ ഒരു പൂച്ച ഉണ്ട് കേട്ടോ, വിളിക്കുന്നുണ്ടോ, ഒരെണ്ണത്തിനെ രക്ഷപ്പെടുത്തി. ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കാണാൻ പറ്റിയൊരു വിക്കറ്റിലെ ഒരു വ്യൂ ഉണ്ട്. ഞാൻ എന്തായാലും നിങ്ങൾക്കൂടെ കാണിച്ചാൽ അങ്ങനെ കുറച്ച് നേരത്തെ തെരച്ചിലിന് ശേഷം നമുക്ക് ഒന്നിനോടും കിട്ടിയേക്കാണ്. ഇനി ഒന്നുകൂടെ ഉണ്ട്, പക്ഷെ അത് ഇതിൻ്റെ കൂടെ ഉള്ളതാണ് നമുക്ക് ഉറപ്പില്ല. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ടാവും ഇതെന്തിനാണ് നമ്മൾ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നതെന്ന്. കാരണം ഇതിങ്ങനെ ആരും ഇല്ലാത്തൊരു സ്ഥലമാണിത്. അപ്പോൾ ഇവിടെ കിടന്നു പോയാൽ മഴ പെയ്തു അതുങ്ങൾ മരിച്ചു പോകത്തേ ഉള്ളൂ. നമുക്ക് ഈ മൂന്നാമത്തിനെ കിട്ടി നമുക്ക് മനസ്സിലായി ഇതിനെ ആരെ കൊണ്ട് കളഞ്ഞാണ്. കാരണം ഇതിലുണ്ടായിരുന്ന ലാസ്റ്റുള്ള സൈസ് ഉള്ളതാണ്. അല്ലാതെ ഇതൊന്നും ഇവിടെ എത്തിപ്പെടാൻ എന്തായാലും വേറെ വഴിയില്ല. കാരണം ഈ ഒരു കാട്ടിൽ നിന്ന് ആരും വരത്തില്ല എന്തായാലും. ഒന്നുമല്ലേ ആരെയും കൊണ്ട് കളയാൻ വേണ്ടി വന്നതായിരിക്കും. അല്ലെങ്കിൽ ഇവരെന്തായാലും ഇവിടെ കിടന്ന് മരിച്ചു. കാരണം ഫുഡൊന്നും കിട്ടാതെ അല്ലെങ്കിൽ വല്ല പട്ടിയോ വല്ലോ എന്തെങ്കിലും പോകത്തേ. വണ്ടിക്കകത്ത് കൊണ്ട് ഇറക്കിയിട്ട് ഉടുപ്പിടാ. ഇവ ഇച്ചിരി അറ്റാക്ക് മെന്റാലിറ്റി ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ മേക്കടെ ഉടുപ്പ് ഊരിയിട്ടാണ് പിടിച്ച് പൊത്തി വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ ചാടി. നമുക്കപ്പോൾ ഇവന്മാരെ കൊണ്ടുപോകാൻ വേണ്ടി ഒരു ബോക്സ് കൊണ്ടുവരുന്നു. അപ്പോൾ സൈഡിലായിട്ട് ഒരു അമ്പലമുണ്ട്. അപ്പോൾ അവിടുത്തെ ആൾക്കാർ നമ്മൾ ഇതിനെപ്പറ്റി കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവരും പറഞ്ഞു ഇത് കൊണ്ട് ഇട്ടതാവാം, അല്ലാതെ ഇവിടെ വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഞാൻ അവർ ബോക്സ് എടുത്ത് തന്ന് നമ്മൾ എന്നിട്ട് കൊണ്ട് കാറിൽ സേഫായിട്ട് ആക്കി. അങ്ങനെ നമ്മളൊരു പെറ്റ് സ്റ്റോറിൽ കയറിയിട്ട് ഇവർക്ക് വേണ്ടിയുള്ള കുറച്ച് മെഡിസിൻസും ഫുഡും മേടിക്കാൻ വേണ്ടി കയറിയതാണ്. അതിൽ കുറച്ച് ദേഹത്തൊക്കെ കുറേ വൂൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓൾറെഡി നമ്മളെ വീട്ടിൽ ക്യാറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ മെഡിസിൻസ് മേടിച്ചത്. ഇങ്ങനൊരു അലുവ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് പറയുക കേട്ടോ. എന്തായാലും വെറൈറ്റി ആയിട്ട് തോന്നിയതാണ് മേടിച്ച് കഴിച്ചത്. എന്തായാലും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. എനിക്ക് നല്ല എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതാണ് സിപ്പു. അപ്പോൾ ഇവന് വിഷമമായെന്ന് തോന്നുന്നു കേട്ടോ. 3 പേരെ കൊണ്ടുവന്നപ്പോഴത്തേക്കാണ് നോക്കുന്നത്. എന്നിട്ട് നമ്മളൊരു രാത്രി 10 മണിക്ക് കഴിയുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഇത് ഇവിടുത്തെ ഒരു ഫേമസ് കടയാണ്, ഉണ്ണിക്കുട്ടൻ്റെ തട്ടുകടയെന്ന് പറയും. ഭയങ്കര നല്ല ഫുഡാണ് കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് ഒരു സോനപാപ്പടിയും കഴിച്ച് നിർത്തി. കസിൻ്റെ വീട്ടിലും പോയി നമ്മൾ ഇന്നത്തെ പരിപാടിയെല്ലാം നിർത്തി.